എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സമഗ്ര പ്ലസ് വഴി എങ്ങനെ ഒരു ലെസൺ പ്ലാൻ, ഒരു ടീച്ചിങ് മാനുവൽ സബ്മിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ആദ്യം ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ സമഗ്ര എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിൾ ക്രോം ബ്രൗസറാണ് സമഗ്ര നന്നായി വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. മൊസില്ല പോലെയുള്ള ബ്രൗസറിനേക്കാൾ കൂടുതൽ നല്ലത് ഗൂഗിൾ ക്രോം വഴി സമഗ്ര ഉപയോഗിക്കുന്നതാണ്. ഇവിടെ സമഗ്ര സെർച്ച് ചെയ്തതിന് ശേഷം സമഗ്രയുടെ പുതിയൊരു ഡാഷ് ബോർഡിലേക്ക് നമ്മൾ എത്തും. ഇവിടെ ലോഗിൻ ഓപ്ഷൻ കാണാം. ലോഗിൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് അതിൻ്റെ കൂടെ ക്യാപ്ചിക്ക കോഡ് കൂടെ കൊടുക്കാറുണ്ട്. ലോഗിൻ ചെയ്യുക. പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് എത്തിച്ചേരുക. ഇവിടെ നിരവധി ആപ്ലിക്കേഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് ചെയ്യേണ്ടത് ലെസൺ പ്ലാൻ സമഗ്ര വഴി സബ്മിറ്റ് ചെയ്യലാണ്. അതിനായിട്ട് ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ എന്ന ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വലത് ഭാഗത്ത് നമ്മൾ ഏത് ക്ലാസ്സിൻ്റെ ലെസൺ പ്ലാൻ ആണോ സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ആദ്യം മീഡിയം സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇംഗ്ലീഷ് മീഡിയമാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ക്ലാസ് സ്റ്റാൻഡേർഡ് 10 സെലക്ട് ചെയ്യുന്നു. അതുപോലെ സബ്ജക്റ്റ്, നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യുക. ഞാനിവിടെ മാത്തമാറ്റിക്സ് കൊടുത്തിട്ടുണ്ട്. ചാപ്റ്റർ, ഒന്നാമത്തെ അധ്യായമായ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് കൊടുക്കുന്നു. അത് കൊടുത്ത ശേഷം നമ്മൾ പിന്നീട് പോകേണ്ടത് ഇവിടെ പ്ലാൻ ടൈപ്പ് എന്ന് കാണാം. ആ പ്ലാൻ ടൈപ്പിനകത്ത് ക്രിയേറ്റ് എ പ്ലാൻ യൂസിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എല്ലോ യൂസ് ചെയ്തുകൊണ്ട് പ്ലാൻ സബ്മിറ്റ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ലേണിംഗ് ഒബ്ജക്റ്റീവ് ഡിഫോൾട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ദ കൺസെപ്റ്റ് ഓഫ് നമ്പർ സീക്വൻസസ് ആൻഡ് ഇറ്റ്സ് ഫോർമേഷൻ തുടങ്ങി 4 ലേണിംഗ് ഒബ്ജക്റ്റീവ് ഇവിടെ കാണാൻ പറ്റും. നമുക്കിത് ഏതാണോ വേണ്ടത് അത് ചെക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് നമ്മുടെ പ്ലാനിൽ ഉൾപ്പെടുത്താം. ഒരെണ്ണോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ നമുക്കിവിടെ ഉപയോഗപ്പെടുത്താം. ഞാൻ ഒന്നാമത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം താഴെ സെലക്ട് ഡിവിഷൻ എന്ന് കാണാം. ഇവിടുന്ന് ഡിവിഷൻ സെലക്ട് ചെയ്യുക. ഡിവിഷൻ എ എന്ന് സെലക്ട് ചെയ്ത ശേഷം ക്ലാസ് ഡേറ്റ് സെലക്ട് ചെയ്യുക. ക്ലാസ് ഡേറ്റ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ജൂൺ 2 എന്ന് കൊടുക്കുന്നു. പ്രയോറിറ്റി, ഇവിടെ നമ്മൾ ലെസൺ പ്ലാനിൻ്റെ ഒരു ഓർഡറാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ 1 എന്ന് കൊടുക്കുന്നു. മൈക്രോ പ്ലാൻ നെയിം ആണ് അടുത്ത് കൊടുക്കേണ്ടത്. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഇൻട്രൊഡക്ഷൻ ഓഫ് സീക്വൻസ് എന്നാണ് പ്ലാൻ നെയിം ആയിട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി സ്റ്റെപ്സ് ആണ്. ആക്ടിവിറ്റി സ്റ്റെപ്സ് നമുക്ക് ക്ലാസ് റൂമിൽ ഈ ഒരു ലെസൺ പ്ലാനിൽ ഉദ്ദേശിക്കുന്ന പ്രവർത്തനമാണ് എഴുതേണ്ടത്. അത് നമുക്ക് ഒന്നുകിൽ മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താലും മതി. അതിനായിട്ട് ഇവിടെ താഴെ വലത് ഭാഗത്ത് ഈ ഐക്കൺസ് എല്ലാം ആക്റ്റീവായി കിടക്കുന്നത് കാണാം. ഇവിടെ ധാരാളം ഐക്കൺസ് ഉണ്ട്. വീഡിയോസ്, ഓഡിയോസ്, ഇമേജസ്, ഇന്ററാക്റ്റീവ്സ്, ഡോക്യുമെന്റ്സ്, ആക്ടിവിറ്റി ഡോക്യുമെന്റ്സ്. ആക്ടിവിറ്റീസിൽ നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആക്ടിവിറ്റി ഡോക്യുമെന്റ്സ് ആണ്. അതിനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകൾ ഭാഗത്തായിട്ട് ആക്ടിവിറ്റീസ് കാണാം. ഇവിടെ നമുക്ക് ഒരു ഐക്കൺ കാണാം. കണ്ണിൻ്റെ ചിത്രം പോലെയുള്ള ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യുക. അത് ലോഡായി വരുന്നുണ്ടാകും. ലോഡായി വന്ന ശേഷം നമ്മൾ ഏത് ആക്ടിവിറ്റിയാണോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇവിടെ ആക്ടിവിറ്റി 1 ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അത് സെലക്ട് ചെയ്യാനായിട്ട് ഈ റെക്റ്റാങ്കിൾ കൃത്യമായി ആക്ടിവിറ്റി 1 മുകളിലായിട്ട് വെക്കുന്നു. ഇവിടെ താഴെ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്നുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു.
അപ്പോൾ ഇത് സ്കാനായി അല്ലെങ്കിൽ ഇത് കോപ്പി ആയി എന്നുള്ളത് കാണിക്കും. ഇവിടെ സക്സസ് എന്ന് കാണിക്കും. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുന്നു. ആക്ടിവിറ്റി സ്റ്റെപ്സിനകത്ത് Ctrl+V ഉപയോഗിച്ചുകൊണ്ട് പേസ്റ്റ് ആക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ആക്ടിവിറ്റി കോപ്പി ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒക്കെ ആയിട്ട് മാറ്റാം. ഇതിൻ്റെ വലിപ്പം നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ഇതിലൊക്കെ ഇവിടെ ഐക്കൺസ്, ധാരാളം ഐക്കൺസ് ഉണ്ട്. സൈസ് ചേഞ്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് 300 പിക്സൽ പകരം കുറച്ച് വലുതാക്കി കാണണമെങ്കിൽ ഒരു 800 പിക്സൽ കൊടുത്താൽ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്താൽ അത് വലുതായി കാണാൻ പറ്റും. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് ആക്ടിവിറ്റി സ്റ്റെപ്സ് എത്ര ആക്ടിവിറ്റി വേണമെങ്കിൽ ഇവിടെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ഇവിടെ നമുക്ക് റിസോഴ്സുകൾ ആഡ് ചെയ്യാം. നമ്മൾ റിസോഴ്സായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം. ചാർട്ടുകളോ മോഡലുകളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് അവിടെ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തതായിട്ട് ഐഡിയാസ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വാല്യൂസ്. ഈ ലെസണിൽ നമുക്ക് കിട്ടുന്ന, കുട്ടിക്ക് കിട്ടുന്ന ഐഡിയ അല്ലെങ്കിൽ മൂല്യങ്ങൾ, വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ള ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ റീസണിങ് എബിലിറ്റി എന്ന് ടൈപ്പ് ചെയ്യുന്നു. അത് ഓരോരുത്തരുടെയും വിഷയത്തിനനുസരിച്ചുകൊണ്ട് ലെസൺ പ്ലാനിൻ്റെ ഉദ്ദേശം അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. അടുത്തതായിട്ട് അസസ്മെൻ്റ് ആണ്. അസസ്മെൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വലതു ഭാഗത്തുനിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാം അസസ്മെൻറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ അമർത്തുന്നു. ഇത് ലോഡായി വരുന്നതിനനുസരിച്ചുകൊണ്ട് നമുക്കിവിടെ കോപ്പി ആക്കാം. ഇവിടെ എത്ര ചോദ്യങ്ങൾ അസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കണോ അത് നമ്മുടെ ചോയ്സിനനുസരിച്ചുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അസസ്മെൻ്റ് ആയിട്ട് ഞാൻ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ കൃത്യമായി ഡ്രാഗ് ചെയ്ത് ഒന്നാമത്തെ പ്രവർത്തനം കോപ്പി ചെയ്യുന്നു. ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യുന്നു. ശേഷം പിന്നീട് നേരത്തെ ചെയ്ത പോലെ Ctrl+V ഉപയോഗിച്ചുകൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. വലിപ്പം മാറ്റാനായിട്ട് സൈസ് ഇവിടെ 800 പിക്സലാക്കി മാറ്റാം. അത് കൃത്യമായി വന്ന ശേഷം റഫറൻസ് ലിങ്കുകളോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്കിവിടെ അത് ആഡ് ചെയ്യാം. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് നമുക്ക് ഇതേപോലെ ഇവിടെ കൊടുക്കാം. അതെല്ലാം നമുക്കിവിടെ റൈറ്റ് സൈഡിൽ അവൈലബിൾ ആണ്. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതേപോലെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഈ ലെസണുമായി ബന്ധപ്പെട്ട വീഡിയോസ് കുട്ടികളെ കാണിക്കാനായിട്ട് ഇവിടെ അവൈലബിൾ ആണ്. അത് നമുക്ക് ഇതിൻ്റെ ലെസൺ പ്ലാനിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഈ പ്ലസ് ബട്ടൺ അമർത്തിയാൽ മതി. പ്ലസ് ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് റിസോഴ്സ്, അതിന് കറസ്പോണ്ടിങ് ആയ റിസോഴ്സ് വീഡിയോ നിങ്ങൾക്ക് ഇവിടെ റിസോഴ്സിലായി വന്നതായി കാണാൻ പറ്റും. ജസ്റ്റ് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ അമർത്തിയാൽ മതി. ഇമേജുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ ആഡ് ചെയ്യാം. ഈ ലെസണുമായി ബന്ധപ്പെട്ട ഇമേജ് ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. മറ്റു വിഷയങ്ങൾക്ക് ചിലപ്പം അത് അവൈലബിൾ ആവും, മറ്റ് സ്റ്റാൻഡേർഡുകൾക്ക് അത് അവൈലബിൾ ആവും. അതിനനുസരിച്ച് കൊണ്ട് ചെയ്യുക. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് എല്ലാം കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് സേവ് എന്നുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്ലാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ സീക്വൻസ് എന്നുള്ള പ്ലാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് എഡിറ്റ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ഓഫ്ലൈൻ ക്ലാസ്, അതിനായിട്ട് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന, ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ദെൻ നമുക്ക് ചെയ്യാനുള്ളത് സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്നാണ്. HMൻ്റെ അപ്രൂവലിനായിട്ട് ഇത് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. HM നിങ്ങളുടെ ടീച്ചിങ് മാനുവൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മൈ ടീച്ചിങ് മാനുവൽസ് എന്നുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ മീഡിയം, ക്ലാസ്, സബ്ജക്റ്റ്, ചാപ്റ്റർ എടുക്കുന്നു. അപ്പോൾ നമ്മുടെ മൈക്രോ പ്ലാൻസ് യൂസിങ് എല്ലോസ് എന്നുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത ഈ യൂണിറ്റ് പ്ലാൻ ഇവിടെ കാണാൻ കഴിയും, മൈക്രോ പ്ലാൻ ഇവിടെ കാണാൻ കഴിയും. അത് അപ്രൂവ് ചെയ്തതായിട്ട് ഒരു ടിക്ക് മാർക്ക് നിങ്ങൾക്ക് കാണാം. HM അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടിക്ക് മാർക്ക് വരുന്നുണ്ടാവും. ഇനി ഈ ഒരു ടീച്ചിങ് മാനുവൽ നമ്മുടെ ക്ലാസ് റൂം ഉപയോഗത്തിനായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. തൊട്ടടുത്ത ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ പ്ലാൻ കൃത്യമായി നമുക്കിവിടെ കാണാൻ കഴിയും. ഈ പ്ലാനിൻ്റെ അവസാനം നമ്മളെ ക്ലാസ് റൂമിന് ശേഷം ക്ലാസ് റൂം
ആക്ടിവിറ്റിക്ക് ശേഷം റിഫ്ലക്ഷൻ നോട്ട് എഴുതാനുള്ള സൗകര്യം ഇവിടെ അവൈലബിൾ ആണ്. ഒപ്പീനിയൻ, ഡിവിഷൻ, ക്ലാസ് ടേക്കൺ ഇതെല്ലാം നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മളൊരു മൈക്രോ പ്ലാൻ, ലെസൺ പ്ലാൻ സമഗ്ര പ്ലസ് വഴി സബ്മിറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇതുപോലെ അധ്യാപകർക്ക് ആവശ്യമായ മറ്റ് വീഡിയോസുമായി ഈ ചാനലിലൂടെ ഞങ്ങൾ എത്തുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.